ലഗ്നം മുതൽ 9 വരെ ഭാവങ്ങളിൽ ഗുളികൻ നിന്നാലുള്ള ഫലങ്ങൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ. ഇനി 10-ൽ ഗുളികൻ നിന്നാൽ എന്താണെന്ന് നോക്കാം. ചിലർ പറയും അത് നല്ലതാണെന്ന്, പക്ഷെ എവിടെ ഗുളികൻ നിന്നാലും അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ചും ആ ഗുളികൻ നിൽക്കുന്ന ഭാവാധിപന്റെ ദശാകാലത്ത്. നല്ല രീതിയിൽ ഗുളികൻ നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സൽപുത്രന്മാരുണ്ടാകും അത്രേ. പിന്നെ നല്ല സന്തോഷപരമായ ജീവിതമായിരിക്കും. ഒരുപാട് സുഖസൗകര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ ദൈവഭക്തിയൊക്കെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും അഗ്നിദേവനെയും സൂര്യദേവനെയും അങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരിക്കും. അതുപോലെ യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. മതങ്ങളിൽ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമല്ല, അല്ലാതെ എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്ന ഒരു ആളായിരിക്കും. പക്ഷേ ഇത് അപൂർവമാണ്. കൂടുതൽ പേരും നമ്മുടെ ഈ സാധാരണ നമ്മൾ പിന്തുടർന്നു വന്ന വിശ്വാസങ്ങളിലെ പരമ്പരാഗതമായിട്ടുള്ള അതിനെയൊക്കെ എതിർക്കുന്നവരായിരിക്കും, നിരീശ്വരവാദികളായിരിക്കും. കൂടുതൽ പേരും പിശുക്കന്മാരായിരിക്കും, മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാത്തവരായിരിക്കും. അതേസമയം നല്ല സ്ഥിതിയിലാണെങ്കിൽ ചാരിറ്റി ചെയ്യുന്നവർ ആയിരിക്കും. അതുപോലെ ഇവർക്ക് ശാസ്ത്രബോധം വളരെയധികം കൂടുതലായിരിക്കും. ചിലർ വളരെ മടിയന്മാരായിരിക്കും. 10-ാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവം അല്ലേ. അപ്പോൾ ഇവർക്ക് ആ കർമ്മത്തിൽ തടസ്സം വരാം. ചെയ്യുന്ന ജോലികളെല്ലാം അങ്ങോട്ട് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊമോഷൻ ഒന്നും കിട്ടാതിരിക്കുക. അതുപോലെ എപ്പോഴും ജോലികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ആ ജോലിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കുക. ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സുകൾ മാറേണ്ടി വരിക, നഷ്ടങ്ങൾ വരിക. അതുപോലെയാണെങ്കിൽ ഒരു സ്ഥിര വരുമാനം ഇല്ലാതിരിക്കുക. അതായത് ഗുളികൻ നല്ലതാണെങ്കിൽ ആ ജോബിലൊക്കെ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഗുളികൻ പന്നസ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിലെല്ലാം പ്രോബ്ലംസ് വരാം. അതുപോലെ ജോലി സ്ഥലത്ത് വളരെയധികം ശത്രുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഒരു മന്ദത, എപ്പോഴും ഒരു മന്ദത. ഇവരുടെ നമുക്ക് എങ്ങനെ ഇത് പന്നലാണെന്ന് അറിയാൻ പറ്റുന്നെങ്കിൽ ഇവരുടെ ഒരു വിചിത്രമായിട്ടുള്ള വേഷധാരണ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇവർക്ക് ആ സ്വഭാവത്തിലൊക്കെ വൈചിത്ര്യങ്ങൾ കാണാം. അതായത് ചിലർക്ക് നല്ല സ്വഭാവം വരാമെങ്കിലും കൂടുതൽ പേർക്കും സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ അനുസരിക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട്, മറ്റുള്ളവരെ അംഗീകരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, മതാചാരങ്ങളെ എതിർക്കുക, ദേശത്തെ എതിർക്കുക, സ്വന്തം ദേശത്തെ തന്നെ എതിർക്കുക, യുക്തിവാദികളായി പോവുക, അശുഭ കർമ്മങ്ങളൊക്കെ ചെയ്യുക, അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാം. ഇതിനെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം കാണുമായിരിക്കും, നല്ല ജോലിയൊക്കെ കാണുമായിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം കളഞ്ഞേച്ച് ഇവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുന്നത് കാണാം. അങ്ങനെയൊക്കെയുള്ളവരുടെ ഗുളികൻ 10-ാം ഭാവത്തിലാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ എവിടെയെങ്കിലും എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് 10-ാം ഭാവത്തിൽ ഗുളികൻ നിന്നാൽ നല്ലതാണെന്ന് പറയരുത്. ഗുളികന്റെ ആ സ്ഥിതി, ആ ബലമൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ ഏത് ഗ്രഹങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നതനുസരിച്ച് വ്യത്യാസം വരുമേ. 11-ൽ ഗുളികൻ വളരെ നല്ലതാണെന്ന് പറയുന്നെങ്കിലും ചില സമയത്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാമേ. പ്രത്യേകിച്ചും പിന്നെ ആ രാശിനാഥന്റെ ദശാകാലത്തൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ സൃഷ്ടിക്കാം. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഈ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന മാത്രം വെച്ച് നമുക്കൊരിക്കലും ഒരു ഗ്രഹനിലയോ അല്ലെങ്കിൽ ഒന്നും നോക്കാൻ പറ്റുകയില്ല. നമുക്ക് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ്, അത് ഒബ്സർവേഷൻ, അത് നമ്മൾ ഒരു കാര്യം, ഇതിപ്പോ 11-ൽ ഗുളികൻ എന്നുള്ളത് കേൾക്കുകയാണെന്ന് ഇരിക്കട്ടെ. ആ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു 5-6 ചാർട്ടുകളെങ്കിലും ഇങ്ങനെ മാറണം. അവരുടെ ആ ജീവിതം നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് കമ്പയർ ചെയ്ത് അങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് ജ്യോതിഷം പഠിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ എത്ര പ്രശസ്തന്മാരായ ജ്യോതിഷന്മാരായാലും വിഡ്ഢിതങ്ങൾ വിളിച്ചു പോകുന്നത് കേൾക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഡോക്ടറേറ്റ് ഉണ്ട്, ഒരുപാട് ശ്ലോകങ്ങളൊക്കെ അറിയാം, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് കമ്പയർ ചെയ്ത് പഠിക്കണം. എവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആ ദിവസത്തെ ഗ്രഹനില മാത്രമല്ല നോക്കേണ്ടത്, അതിന് മുമ്പ് എത്രയോ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദിവസത്തെ എല്ലാം ചാർട്ട് എടുത്ത് വെച്ച് നോക്കണം. കൃത്യസമയം ഒന്നും അറിയണമെന്നില്ല, അത് എടുത്ത് വെച്ച് നോക്കി കമ്പയർ ചെയ്ത് അങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് ജ്യോതിഷം മനസ്സിലാകുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എപ്പോഴും പറയുന്ന കണക്ക്, നമ്മളൊരു ഗ്രഹനിലയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അത് വിശകലനം ചെയ്യാൻ ഒരു 30 ഗ്രഹനിലയെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഗുളികൻ 11 നിൽക്കുന്ന 30 കിട്ടാൻ പാടാ, ഒരു 5 മതി. 5 വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ 11-ൽ ഗുളികൻ നിൽക്കുമ്പോൾ ധനവാനായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ 11-ൽ ഗുളികൻ നിന്നിട്ട് നമ്മൾ ധനവാനായില്ലോ എന്ന് പറഞ്ഞാൽ അതിന് തടസ്സം സൃഷ്ടിക്കാൻ വേറെ ഗ്രഹസ്ഥിതികൾ കാണും. അപ്പോൾ ഒരു ഗ്രഹസ്ഥിതി വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നെങ്കിൽ ഇത് അറിയാതെയും പറ്റത്തില്ല.
അതായത് ഈ ശാസ്ത്രം സ്വായത്തമാക്കാൻ ഭയങ്കര പ്രയാസമാണ്. ചിലർക്ക് എളുപ്പമായിരിക്കും, പക്ഷേ അത് നമ്മൾ ഒരുപാട് വായിച്ച് വിശകലനം ചെയ്ത് കമ്പയർ ചെയ്ത് ഒരുപാട് പേരുടെ ജീവിതങ്ങൾ പഠിച്ച് ഒക്കെ ഇത് സ്വായത്തമാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനൊന്നും മെനക്കെടാൻ കഴിയാത്തവര് ഇത് അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ജ്യോതിഷികളെല്ലാം അന്ധവിശ്വാസികളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. 11 ഗുളികയിൽ നിന്നാൽ ധനമുണ്ടാകാം, സുഖസൗകര്യങ്ങൾ ഒരുപാട് കിട്ടും, ജീവിതത്തിൽ നല്ലതുപോലെ സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കും, ഒരു ജീവിതത്തിൽ ഇപ്പൊ പ്രൊമോഷനൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ കിട്ടുന്നവരായിരിക്കും, നല്ല ഉയർച്ചകൾ തേടിപ്പിടിക്കാൻ കഴിവുള്ളവരായിരിക്കും. ഗുളിക എന്ന് പറഞ്ഞാൽ വളരെ പാപത്വമുള്ള ഒരു ഉപഗ്രഹമല്ലേ. അപ്പോൾ ഇത് എവിടെങ്കിലും നിൽക്കുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 11 നിൽക്കുമ്പോഴാണ്. പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചില മറ്റു ഭാഗങ്ങളിൽ കൊള്ളാമെങ്കിലും ഏറ്റവും നല്ലത് 11 നിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ 11 എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ്. 11 എപ്പോഴും നല്ലതായിരിക്കണം ഒരു ഗ്രഹനിലയിൽ. അത് നമ്മുടെ ലാഭങ്ങളുടെ സ്ഥാനമാണ്. അവിടെ ഈ ഒരു ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഗുളികന് കഴിയും. അതായത് വിചാരിച്ചത്ര ലാഭം കിട്ടാതിരിക്കുക, പിന്നാണെങ്കിൽ മൂത്ത സഹോദരങ്ങളുടെ സ്ഥാനമല്ലേ ഇത്, അത് മൂത്ത സഹോദരങ്ങൾ ഇല്ലാതിരിക്കുക, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ചില ദോഷങ്ങൾ വരിക. അവരുടെ ജാതകത്തിലും ആ ദോഷം ഉണ്ടെങ്കിലേ ആ ദോഷം അനുഭവത്തിൽ വരികയുള്ളേ, അത് നമ്മൾ ഓർക്കണം. കേട്ടോണ്ട് ഇളയ സഹോദരങ്ങൾ ഉള്ളവര് അയ്യോ മൂത്ത സഹോദരന് ദോഷമാണ്, ഇതുകൊണ്ട് അവരെ അങ്ങ് എന്തെങ്കിലും ചെയ്തു കളയാമെന്നൊന്നും വിചാരിക്കരുത്. അവരെ എന്തെങ്കിലും ചെയ്താലും ഈ ദോഷം മാറുമില്ല. നിങ്ങളുടെ ജാതകത്തിലുള്ള ദോഷം കൊണ്ടാണ് അവരുടെ ജാതകത്തിൽ ഇത് പ്രതിഫലിക്കുന്നത്. അങ്ങനെ നോക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരാളെ നശിപ്പിച്ചത് കൊണ്ടൊന്നും നമ്മുടെ ജാതകത്തിലെ ദോഷം മാറുകയില്ല. അത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് മാത്രമേ നമ്മുടെ ജാതകത്തിലെ ദോഷം മാറാറുള്ളൂ. അത് പണ്ടുള്ള ജ്യോതിഷികൾക്ക് പോലും അറിഞ്ഞൂടാത്ത ഒരു സത്യമാണ്. അതായത് നമ്മുടെയൊക്കെ ഒരാൾ ദോഷമാണെന്ന് കണ്ടാൽ അയാളെ നശിപ്പിച്ചതുകൊണ്ട് നമ്മുടെ ദോഷം മാറുകയില്ല. നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് നമ്മുടെ ദോഷം മാറുക. അതായത് ഇപ്പൊ അയൽക്കാർക്ക് ദോഷമായിട്ട് ഒരു കുട്ടി ജനിക്കുന്നു എന്ന് ഇരിക്കട്ടെ, അപ്പോൾ അയൽക്കാരെന്താണ് ചെയ്യേണ്ടത്? അവരുടെ ജാതകം നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് തരുന്ന ഒരു സിഗ്നൽ ആണത്. അത് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ എടുത്ത് കിണറ്റിലിടുകയല്ല വേണ്ടുന്നത്. ഏതായാലും അങ്ങനെയാണ്. ദുസ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ ആ ദുസ്വപ്നങ്ങൾ ഇത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് ദൈവം തരുന്ന സിഗ്നലുകളാണ്. ആ സിഗ്നലുകൾ അപ്പോഴേ നമ്മൾ അടുത്തുള്ള ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് നമ്മുടെ ദശാകാലവും നമ്മുടെ ചാരഫലവും ഒക്കെ വെച്ച് പരിഹാരം കാണുകയാണ് വേണ്ടുന്നത്. അങ്ങനെ ദൈവം തരുന്ന സിഗ്നലുകളാണ് ഇങ്ങനെയുള്ള ദോഷങ്ങളെന്ന് പറയുന്നത്. അതിനെ നമ്മൾ പരിഹാരങ്ങളിലൂടെ പോസിറ്റീവ് ആക്കുകയാണെങ്കിൽ ആ ദോഷങ്ങളാണ് കൂടുതൽ നല്ലത്. 11 ഗുളികയിൽ നിന്നാൽ സന്തോഷപരമായ ജീവിതം, നല്ല കുഞ്ഞുങ്ങള്, നല്ല പവറുള്ള പൊസിഷൻസ്, ഒരുപാട് ലാഭങ്ങള്, ആ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങള്, പിന്നാണെങ്കിൽ നല്ല ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് എന്നൊക്കെ പറയത്തില്ലേ, വളരെയധികം നല്ല നല്ല വീടുകളും സുഖസൗകര്യങ്ങളും, അതുപോലെ നല്ല ഭാര്യ, സമൂഹത്തിൽ ലീഡർ ആവുക, ബന്ധുക്കൾക്കൊക്കെ സഹായി, കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. പക്ഷെ പൊക്കക്കുറവായിരിക്കും ഇവർക്ക്. അതായത് ചക്രവർത്തി യോഗമാണ് ഇതെങ്കിലും അവർക്ക് ചെറിയ പൊക്കക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂത്ത സഹോദരനിൽ നിന്നും വേർപാട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അതായത് അവിടെ നിന്നും അകന്ന് ജീവിക്കുക. ചിലർക്കാണെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ നൽകി നല്ലോണം ആൾക്കാരെ മയക്കി കാര്യങ്ങൾ സാധിക്കാൻ കഴിയും. പിന്നെ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും. ഏത് കോമ്പറ്റീഷനിലായാലും ജയിക്കാനുള്ള കഴിവ് കാണും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ വരികയാണെങ്കിൽ ഇവരെ ആയിരിക്കും ആദ്യമായിട്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ വളരെ നല്ല ഗുണങ്ങളും ഉണ്ട്. ചില ജ്യോതിഷികളാണെങ്കിൽ ഈ എന്തെങ്കിലും ഒരു ഗ്രഹത്തിനെ മാത്രം കണ്ടുകൊണ്ട് ഫലം പറയുന്നവരുണ്ട്. അവരാണെങ്കിൽ 11 ഗുളികനെ കണ്ടോണ്ട് നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കും, അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് ബിസിനസ്സിലൊക്കെ എടുത്തിയാടിയാൽ ഇത് 11ാം സ്ഥാനം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ്. അപ്പോൾ ഈ ലാഭത്തിനൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത്. അതൊക്കെ ഹസ്തരേഖ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. ആ ഹസ്തരേഖയിൽ നമുക്ക് ബിസിനസ്സിൽ നല്ലത് വരുന്നെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജ്യോതിഷത്തിന്റെ ഒരു വലിയ ശാപമാണ് ഈ കബഡിപ്പലക എന്ന് പറയുന്നത്. ഈ കബഡിപ്പലക എടുത്തു കളഞ്ഞിട്ട് ഹസ്തരേഖയും ഗ്രഹനിലയും ഒക്കെ വെച്ച് നോക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ജ്യോതിഷത്തിൽ തെറ്റി വരികയില്ല. നമ്മളൊരു നാണയം എടുത്തോണ്ട് അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ വീഴുന്നോണ്ട് ഇങ്ങനെ സംഭവിക്കും അത് പറയുന്നത് പോലെയേ ഉള്ളൂ. ഈ കബഡി നിർത്തിയിട്ട് പറയുന്നത് ഒരു 90% പേരും 10% പേരുണ്ട് എല്ലാം അത് അവർക്ക് ആ ദൈവം കൊടുക്കുന്ന കഴിവാണ് അങ്ങനെ പറയാൻ. അതൊരു നമ്മളൊരു അമ്പലത്തിലെ കൈനോട്ടക്കാരിയായ പോലും അങ്ങനെ പറയും. അമ്പലത്തിലെ ദേവപ്രശ്നമൊക്കെ ശരി തന്നെ, അല്ലാതെ സാധാരണക്കാരന് ഈ ജ്യോതിഷത്തിൽ ഈ കബഡിപ്പലക എന്ന് പറയുന്നത് ഒരു
ശാപമാണ്, വലിയൊരു ശാപം, മാറ്റേണ്ട ശാപം. ഇനി 12ാം ഭാവത്തിൽ ഗുളികൻ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം. അവർക്ക് ഒരു ജീവിത സാഹചര്യം എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് ഒരു ഉയർച്ചയില്ലാതെ എപ്പോഴും ഒരു സാധാ ജീവിതം നയിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടാം. ഈ സാധാ ജീവിതമാണോ, ഈ ഹൈ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന ആ ജീവിതമാണോ നല്ലത് എന്ന് നമ്മൾ മോണാലിസയെ നോക്കിയാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് പിന്നീട് വീഡിയോ ഇടാം. പിന്നെ നമ്മൾക്ക് ഈ ചെലവുകൾ അങ്ങും ഇങ്ങും മുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് ആർക്കായാലും ഒരു പ്രയാസമുള്ള ഒരു അവസ്ഥ തന്നെയാണ്. പിന്നെ മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതും അത്ര നല്ലതല്ലല്ലോ. പിന്നെ കൂടുതൽ പേരും പിശുക്കന്മാരായിരിക്കും. അവർക്ക് ഈ പിന്നെ ദാമ്പത്യ ജീവിതം അങ്ങനെ അതൊരു പരാജയമാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവർക്ക് ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കിട്ടാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരിക്കും. പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഇവർക്ക് ഈ കാലിനോ കൈക്കോ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പങ്ങൾ, അതായത് ഡിഫക്റ്റീവ് ലിംസ് എന്ന് പറയും, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യ തടസ്സം അതൊരു വലിയ കുഴപ്പമാണ് ഇവർക്ക്. പിന്നെ ഭയങ്കര മടിയന്മാരായിരിക്കുവേ, അവർക്ക് എന്ത് കാര്യത്തിനായാലും അങ്ങ് മടിയായിരിക്കും. അതുപോലെ ഇവർക്ക് ഈ അതായത് അവരെക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരോട് സഹകരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ താഴ്ന്ന അങ്ങനെ നമ്മൾ പറഞ്ഞുകൂടാ. പക്ഷെ ഈ ജ്യോതിഷത്തിൽ ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ആരും താഴ്ന്നതല്ല, ആരും ഒത്തിരി ഉയരത്തിലൊന്നും അല്ല. ഈ സമൂഹം പറയുന്ന ഉയർന്ന നിലയെന്ന് പറയുന്ന സംഭവമില്ലേ, അതാണ്. അല്ലാതെ എനിക്കതിനെ കുറിച്ച് അങ്ങനെ ആരും ഉയർന്നാന്നൊന്നും തോന്നാറില്ല. ഭഗവാൻ ഇഷ്ടമുള്ളവര്, ഭഗവാന്റെ ഭക്തര്, അവരൊക്കെയാണ് നമ്മുടെ നോട്ടത്തിൽ ഉയർന്നവര്. പിന്നെ ഇങ്ങനെ ജ്യോതിഷം പറയുന്നോണ്ട് അങ്ങ് പറയുന്നേ ഉള്ളൂ. പിന്നെ ഇവർക്കൊരു ഭാഗ്യതടസ്സം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മാറാനായിട്ട് ഭാഗ്യ സൂക്തം ചൊല്ലുകയോ അല്ലെങ്കിൽ അതിനുള്ള അർച്ചനകൾ അമ്പലത്തിലൊക്കെ കിട്ടും, അതൊക്കെ ചെയ്യുമ്പോൾ ഇതങ്ങ് നല്ലതായിട്ട് മാറുമേ, അങ്ങനെയും നമ്മൾ ചിന്തിക്കണം. ഈ എന്ന് പറയുന്ന യോഗങ്ങൾ ജാതകത്തിലുള്ളതാണ് നമുക്ക് നല്ലതാക്കി എടുക്കാൻ പറ്റുക. നല്ല യോഗങ്ങളെ നമുക്ക് വീണ്ടും നല്ലതാക്കാൻ പറ്റുകയില്ലല്ലോ. യോഗമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ഒരുപാട് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. അങ്ങനെയും ഉണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ 12ൽ ഗുളികൻ നിൽക്കുമ്പോഴേ ആ ദോഷങ്ങളൊക്കെ മാറുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ രാശിയുടെ നാഥനില്ലേ, പിന്നെ നവാംശകത്തിലെ രാശിനാഥനില്ലേ, അതൊക്കെ നീചത്തിലോ അല്ലെങ്കിൽ മൗഢ്യത്തിലോ ഒക്കെ പോകുമ്പോൾ ഈ ദോഷങ്ങൾ മാറുമെന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ഹസ്തരേഖയും ഒക്കെ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. പിന്നെ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ, ഒരുപാട് ദുസ്വപ്നങ്ങളൊക്കെ കാണുക, പിന്നാണെങ്കിൽ ഈ ശവമൊക്കെ കാണുമ്പോൾ അതിനോടൊരു പേടി, ഇങ്ങനെയൊക്കെ ഉള്ളവരില്ലേ, ഫോബിയകൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള യോഗം കാണാൻ വളരെയധികം, പ്രത്യേകിച്ച് ഈ ഗ്രഹനിലയിൽ കാണിച്ചിരിക്കുന്ന പോലെ രാഹുവിനൊപ്പം ഗുളികനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിന് വളരെ സാധ്യതകൾ കൂടുതലാണ്. ഈ ചന്ദ്രന്റെ ഒപ്പം ഈ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് ഈ ജാതകം നോക്കുമ്പോൾ 2ൽ ഗുരു നിൽക്കുന്നു, 4ൽ കുജൻ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് രൂജയോഗം എന്ന് പറയും, കുജൻ നീചത്തിലാണെന്ന് പോലും നോക്കിയില്ല, ഒന്നും മനസ്സിലാകുകയില്ല. ഇത് കണ്ടിട്ട് എന്താണ് ഈ വ്യക്തിക്ക് ഇതിനൊക്കെയുള്ള കുഴപ്പങ്ങളെന്ന് മനസ്സിലായാലപ്പോൾ അവിടെ നിരത്തിയിട്ട് അയലത്തുകാരന്റെ പേരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ പേരോ അങ്ങ് പറയുമ്പോൾ എളുപ്പമാവുമല്ലോ. പിന്നെ അവരെ സംശയിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് ജീവിച്ച് പ്രാന്തായിട്ട് അങ്ങ് നശിക്കുമല്ലോ. അതിനുവേണ്ടിയാണ് ഈ കബഡിയും കൊണ്ടിങ്ങനെ ഇരിക്കുന്നത്. അവിടെ നിരത്തിട്ട് അത്ഭുതങ്ങൾ പറയാൻ പറ്റുന്ന മഹാജ്ഞാനികളുണ്ട്. അവരുടെ കാര്യമല്ലേ പറയുന്നത്. ഒന്നും അറിയാതെ ഒരു കബഡിപ്പലകയും വാങ്ങിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ശത്രുദോഷം കൂടോത്രോ എന്നൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ വളരെ മഹാന്മാരുണ്ട്. അത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോയി ഇവരെങ്ങനെ പറയുന്നത്. അതിനൊക്കെ ഒരുപാട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ പഠിച്ച് കുഞ്ഞുനാളിലെ തൊട്ട് പഠിച്ച് വന്നിട്ട് അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആ ദൈവാനുഗ്രഹം ഇതൊക്കെ ഉണ്ടെങ്കിലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഒരു ജ്യോത്സ്യനായിട്ടൊന്നും ഇങ്ങനെ പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളൊരു കാര്യം നോക്കാൻ ഒരു ജ്യോത്സ്യനെ എടുക്ക ചെല്ലുമ്പോൾ കവടി എടുക്കുന്ന കാണുമ്പോഴേ പറയുക, ഞങ്ങൾക്ക് കവടി കാരണം കവടി നിർത്തുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരാൾക്ക് വേണ്ടിയോ അത് ആ ദിവസത്തെ മുഴുവൻ ഊർജം സംഭരിച്ചുകൊണ്ട് വേണം ഇങ്ങനെയൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ. അല്ലാതെ ഇങ്ങനെ ഒരു റൂമിനകത്തിരുന്നുകൊണ്ട് 10-15 പേര് 25 പേരൊക്കെ വരുന്നവർക്കെല്ലാം ഇങ്ങനെ നിരത്തി പറയുന്ന അതൊരിക്കലും ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കില്ല. ഇപ്പോഴേ പറയണം, ഞങ്ങളുടെ ഗ്രഹനില നോക്കിയിട്ട് ദശാകാലവും ചാരഫലവും നോക്കിയിട്ട് ഫലങ്ങൾ പറഞ്ഞാൽ മതി എന്നങ്ങ് തീർത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ നിന്നും ഈ ജ്യോതിഷത്തിൽ വന്നിരിക്കുന്ന ഈ
മാറാലകളെല്ലാം തൂത്തെറിഞ്ഞിട്ട് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ഏറ്റവും വലിയ ശാസ്ത്രമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഇതിനപ്പുറം വേറൊരു ശാസ്ത്രമില്ല നമ്മളെ സഹായിക്കാൻ. അഭ്യസ്ത വിദ്യരായവര് പോലും ജ്യോതിഷത്തിനെ അതൊരു അന്ധവിശ്വാസമാണെന്ന് പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിൽ വിഷമം വരും. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ശാസ്ത്രം, നമ്മളെ സഹായിക്കുന്ന ശാസ്ത്രം, അത് തിരിച്ചറിയാൻ പോലും കഴിവില്ലാതെ അന്ധതയിൽ കിടക്കുകയാണ് ഇന്ന് സമൂഹം. അതിൽ നിന്ന് പുറത്തു വരാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പാഠങ്ങളൊക്കെ ഇടുന്നത് തന്നെ. ഈ ജാതകം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 12-ൽ രാഹുവും അതിനൊപ്പം ഗുളികനും തീർച്ചയായിട്ടും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫോബിയ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഈ ദുസ്വപ്നങ്ങളൊക്കെ കാണുകയോ പതിവായിരിക്കും. 12-ൽ ഗുളിക നിന്നാല് മോശസ്ഥിതി, ഈ സംസാരത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങള്, വിവാഹത്തിലൊന്നും താല്പര്യമില്ലാതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുക, എപ്പോഴും എന്തിനും സംതൃപ്തി ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് അവർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരില്ലേ, ഇങ്ങനെ റാഗിങ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവര്. പിന്നെ ആണെങ്കിൽ ഇവരുടെ നല്ല വസ്ത്രധാരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇവര് ഒരു വൃത്തിയുള്ള വേഷമായിരിക്കില്ല ധരിക്കുക. എപ്പോഴും അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളൊക്കെ, ചുളുങ്ങിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഭയം, ഒന്നീ വാഹന ഭയമായിരിക്കും അല്ലെങ്കിൽ ജലഭയമായിരിക്കും അങ്ങനെയുള്ളത്. പിന്നെ എപ്പോഴും ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ വഴക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങള്, വിവാഹം കഴിഞ്ഞാലും അകന്ന് ജീവിക്കേണ്ടിയൊക്കെ വരുന്നവരില്ലേ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ ജാതകത്തിലും ഇങ്ങനെയായിരിക്കും. അതായത് ഇപ്പം വിദേശത്താണ് ജോലിയെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ വിദേശത്ത് ജോലിയുള്ളവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കുറച്ച് കുറഞ്ഞിരിക്കുമേ. ഇത് കേട്ട ഉടനെ അങ്ങനെ തന്നെ അങ്ങ് തീരുമാനിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ എല്ലാം നോക്കിയിട്ട് എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനത്തിലെത്താവൂ. ഈ അറിവും വേണം നമുക്ക്. പക്ഷേ ഈ അറിവ് മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ജാതകം നമ്മൾ നോക്കരുത്. എല്ലാം നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ഓം നമഃ ശിവായ.